കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം മേശമേൽ അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ച പ്രാർത്ഥിക്കാൻ വിട്ടുപോയി. ഇവാനിയ ചുവൽ എന്ന കുഞ്ഞിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ആരാധനയിൽ അർപ്പിച്ചിരിക്കുന്ന കാഴ്ച ദൈവം അനുഗ്രഹിക്കണമേ. ധാരാളം നന്മകളും ആ കുഞ്ഞിന് നൽകി നിങ്ങൾ സഹായിക്കണം. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നപ്പോൾ അവർ കേൾക്കുന്നവരാണ് ഞങ്ങളുടെ വേലയെ സ്നേഹിച്ചുകൊണ്ട് ഒരു കാഴ്ചകൾ നിങ്ങൾ കാണുന്നതിൻ്റെ സ്തോത്രം. അവളുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ. അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് പ്രിയപ്പെട്ട മക്കൾ നൽകണമേ. കർത്താവിൻ്റെ വേലയെ കൊടുത്ത് എല്ലാ മക്കളെയും നീ അനുഗ്രഹിച്ചിട്ടുണ്ട്. ധാരാളം തിരികെ നൽകി നിങ്ങൾ സഹായിച്ചാലും യേശുവിൻ നാമത്തിൽ കരങ്ങളിലേക്കുമ്പോൾ അനുഗ്രഹിച്ചാലും യേശുവിൻ നാമത്തിനെ
കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. അങ്ങനെ ഈ സ്തോത്രം ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്ക്. ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നവരെയും പൂർണ്ണമായി രക്ഷിപ്പാൻ ഈ യേശു പ്രാർത്ഥിച്ചു. ഒരക്രൈസ്ത മാർഗത്തിൽ നിന്ന് ഈ കർത്താവിനെ അറിയുവാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ നിന്നും ഒരു 25 അല്ലെങ്കിൽ 40% ഞാൻ നടത്തിയെടുത്ത് ഇന്ന് രാത്രി നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ 100% നമ്മളെ വിടുവിപ്പാൻ പ്രാർത്ഥന. വരിക, അക്കരയ്ക്ക് പോകാമെന്നാ പറഞ്ഞത്. പക്ഷെ ചിലത് നമ്മളെ 4-ാം യാമത്തിലെ പഠിപ്പിക്കത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ആ യാത്രയിൽ കാറ്റുണ്ടാകുമെന്നും തിരമാലകൾ ഉയരുമെന്നും വെള്ളത്തിൽ വെള്ളം കയറുമെന്നും ഒന്നും നേരത്തെ പറഞ്ഞില്ല. വിശ്വാസ ജീവിതത്തിൽ ഈ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഞാൻ ചാടിയിൽ ഇറങ്ങി വെള്ളത്തിൽ വീണപ്പോഴാണ് നീന്താൻ പഠിച്ചത്. ആരും പഠിപ്പിച്ചതല്ല, സ്വയം നീന്താൻ പഠിച്ചതാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ അറിയാം, മനുഷ്യരിലേക്ക് ആശ്രയിക്കുന്നതിനേക്കാളും മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാളും യജമാനന്മാരുടെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാളും നല്ലത് ദൈവത്തിന്റെ അടുക്കലേക്കാണ്. തന്റെ അടുക്കലേക്ക് വന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു പ്രാപ്തൻ. 3 വ്യക്തികളെ വേഗത്തിൽ സ്തോത്രം എന്റെ മുൻപിലുള്ള സമയത്തിനകത്ത് വെച്ച് വേഗത്തിൽ പറഞ്ഞ സ്തോത്രം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ്. വേഗത്തിൽ എടുക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിന്റെ 32 മുതൽ 34 വരെയുള്ള വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ടൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ. 2 വാക്യങ്ങൾ. സ്തോത്രം. ആ 2 വാക്യങ്ങളെ സ്തോത്രം വേഗത്തിൽ നിങ്ങളുടെ മുൻപിൽ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരു മനുഷ്യൻ ഇതാ സ്തോത്രം എത്യോപ്യയിൽ നിന്ന് കടന്നു വരികയാണ്. ഏകദേശം 4200 കിലോമീറ്റർ താണ്ടി ഒരു മനുഷ്യൻ ഇതാ കടന്നു വരികയാണ്. രഥത്തിലാണ് ആ മനുഷ്യന്റെ യാത്ര. എത്യോപ്യയിലെ റാണി കന്തക എന്ന് പറയുന്ന റാണിയുടെ ഫിനാൻസ് മിനിസ്റ്ററായ ഈ മനുഷ്യൻ സ്തോത്രം ഒരു ആഫ്രിക്കൻ, ഒരു കൂഷ് മനുഷ്യനാണ്. ആഫ്രിക്ക അഥവാ കൂഷ് എന്ന് പറയുന്ന ബൈബിൾ ഭാഷ ആഫ്രിക്കയെ കാണിക്കുന്നു. കൂഷ് അതിവേഗത്തിൽ താൻ ദൈവത്തിലേക്ക് കൈകളെ ഉയർത്തുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അനേക ജാതീയമായ യഹൂദന്മാരല്ലാതെ അനേക മനുഷ്യർ, യഹൂദരല്ലാത്തതെല്ലാം ബൈബിൾ പ്രകാരം ജാതീയരാണ്. അവരിൽ പോലും നല്ലൊരു ശതമാനം യഹൂദ മതം സ്വീകരിച്ച് കർത്താവിനെ ആരാധിക്കുന്നവർ ഭൂമിയുടെ പകല ഭാഗത്തായുണ്ട്. അങ്ങനെ എത്യോപ്യയിൽ നിന്നും സ്വന്തം പെരുന്നാളിന്റെ സമയമാകുമ്പോൾ, പെസഹ പെരുന്നാൾ ആകുമ്പോൾ ഇവർ കടന്നു വരാറുണ്ട്. സ്തോത്രം. യഹോവയുടെ ഉത്സവമാകുന്ന പെസഹ പെരുന്നാൾ, ഉളുപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, ആദ്യ ഫലകറ്റ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, സ്തോത്രം ഇതാ കാഹളത്തിന്റെ പെരുന്നാൾ, ആ സ്വന്തം ഇതാ അവസാന 6ാമത്തെ പെരുന്നാളാകുന്ന സ്തോത്രം ഗ്രേറ്റ് അറ്റോൺമെന്റ് ഡേ, സ്തോത്രം അടുത്ത 7ാമത്തെ പെരുന്നാൾ കൂടാര പെരുന്നാൾ. ഇങ്ങനെ 7 ഉത്സവങ്ങൾ ദൈവം അവർക്കായി കൽപ്പിച്ചിട്ടുണ്ട്. അതിലെ 1ാമത്തെ ഉത്സവമാണ് പെസഹ പെരുന്നാൾ. ലോകത്തിന്റെ വിവിധ ഭാഗത്തായിരിക്കുന്ന യഹൂദന്മാരും യഹൂദ മതം സ്വീകരിച്ചവരുമായവർ അവർ യാത്ര ചെയ്ത് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് യെരൂശലേമിനെ നോക്കി യാത്ര ചെയ്ത് വരാറുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ ഇതാ യാത്ര ചെയ്ത് വരികയാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് വളരെ ആവേശത്തോടെ ഇറങ്ങു വന്ന് അവിടുത്തെ ഉത്സവങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ട് ഈ മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ, ശ്രദ്ധിക്കണമേ, ഈ മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ ഈ മനുഷ്യന്റെ കയ്യിൽ പണമുണ്ട്, സ്വാധീനമുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്. അതുകൊണ്ട് യെശയ്യാവിന്റെ ചുരുളുകൾ, അന്ന് ബൈബിളായിട്ടല്ല ചുരുളുകളായിട്ടാണ് ലഭിക്കാറുള്ളത്. അങ്ങനെ പിന്നിട്ടാണ് അധ്യായങ്ങളായി വിവരിക്കപ്പെട്ടത്. അങ്ങനെ യെശയ്യാവിന്റെ ചില ചുരുളുകൾ വലിയ വില കൊടുത്ത് ഈ മനുഷ്യൻ വാങ്ങി. അങ്ങനെ വാങ്ങിച്ചിട്ട് ആത്മീയത്തിന്റെ തീഷ്ണതയിൽ ആവേശത്തിൽ ഇരുന്നു കൊണ്ട് ഈ മനുഷ്യൻ രഥത്തിൽ ഇരുന്നു കൊണ്ട് ഈ മനുഷ്യൻ വായിക്കുകയാണ്. അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനമായിരിക്കുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവൻ 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 എന്ന് വായിക്കുന്നു. ഈ അവൻ ആരാണ് വായിക്കുന്നത്? ഇവന് പിടികിട്ടുന്നില്ല. At the same time ഇവൻ യെരൂശലേമിൽ വന്ന് ആരാധിച്ചിട്ട് തിരിച്ചു പോകുന്നത് വരെയും ശമരിയ പട്ടണത്തിൽ ഭയങ്കര ഉണർവ് നടക്കുകയാണ്. യെരൂശലേമിൽ നിന്നും അകലെയാണ് ശമരിയ നടക്കുന്നത്. ഈ ശമരിയിൽ ഭയങ്കര ഉണർവാണ്. ഒരു ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ഉപദേശിയുടെ ശുശ്രൂഷ മുഖാന്തരം ഇത് ആസ്തോത്രം മന്ത്രവാദികളും കൂട്ടമായ അന്യജാതിക്കാരും എല്ലാം കർത്താവിലേക്ക് കടന്നു വന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ അതിശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസേ,
സ്തോത്രം, നീ സ്തോത്രം ഇത് ഒരു യാത്ര നിനക്കുണ്ട്. നിന്റെ യാത്ര സ്തോത്രം ഒരു ദിശ മാറിയുള്ള ഒരു യാത്രയാണ്. അത് മരുഭൂമിയിലോട്ടാണ് നീ യാത്ര ചെയ്യേണ്ടത്. അവിടെ ഒരുത്തനെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ഗസയോട് ചേർന്ന് കിടക്കുന്ന നിർജ്ജനമായ ഒരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യണം. ഓ സ്തോത്രം, അങ്ങനെ പറഞ്ഞപ്പോൾ സ്തോത്രം ഫിലിപ്പോസ് ആത്മാവിനെ അനുസരിച്ചു. ഞാനായിരുന്നെങ്കിൽ രണ്ട് ഭാഗം ഒന്ന് ചിന്തിച്ച്. കാരണം ഇത്രയും ഉണർവ് ശമരി നടക്കുമ്പോൾ, ആയിരക്കണക്കിന് ആളുകൾ കന്ന് കൂടി നിൽക്കുമ്പോൾ, ഒരുത്തിന് വേണ്ടി ഇത്രയും പാഴ്പെട്ട് ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ പോകുമോ? നമ്മൾ പോകത്തില്ല. പക്ഷെ ഫിലിപ്പോസ് പോയി. അപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. ഒരാത്മാവിന്റെ വില, ഒരാത്മാവിന്റെ വില, ആത്മീയത്തിന്റെ തീഷ്ണതയുണ്ട്. ബൈബിൾ അഥവാ ദൈവ വചനം വായിക്കുന്നുണ്ട്, പക്ഷെ അവൻ ആരാന്ന് വായിക്കുന്ന ഇവന് പിടികിട്ടുന്നില്ല. സത്യാന്വേഷികൾ ധാരാളമുള്ള ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. അവർക്ക് ദൈവമാരെന്ന് അറിയണമെങ്കിൽ, വാസ്തവത്തിൽ ദൈവമാരെന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ, ആ അകന്നിരിക്കാതെ വണ്ണ അറിയുന്നവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അവൻ ആർക്കും അകന്നിരിക്കുന്നില്ല. അങ്ങനെ ഈ സ്തോത്രം ഈ മനുഷ്യ രഥത്തിലിരുന്ന് വായിക്കുമ്പോൾ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, തേരിനോട് കൂടെ ചേർന്ന് ഓടുക. ആ തേരിനോട് കൂടി അവൻ നടന്ന് ഓടി വരുമ്പോൾ സ്തോത്രം പെട്ടെന്ന് ഫിലിപ്പോസ് ഈ മനുഷ്യനോട് ചോദിക്കുന്നു, നീ ഇത് വായിച്ചത് ഗ്രഹിക്കുന്നുണ്ടോ? പലവരും വായിക്കുന്നുണ്ട്, ഗ്രഹിക്കാൻ കഴിയുന്നില്ല. പലവരും വായിക്കുന്നുണ്ട്, ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഒത്തിരി പേർ പറയുന്നു, രാവിലെ 2 വാക്യം വായിച്ചു, ഉച്ചയ്ക്ക് വാക്യം വായിക്കുന്നു, രാത്രി സങ്കീർത്തനം വായിക്കുന്നു, ഔഷധ ലേഖനം വായിക്കുന്നു, വെളിപ്പാട് വായിച്ചിട്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. പക്ഷെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ ഗ്രഹിക്കാനും പറ്റുകയില്ല. ഹല്ലേലൂയ. അർത്ഥം, ഒരു കറുത്ത വർഗക്കാരൻ, ഒരു കൂശ് ദേശനിവാസി ഇത്രയും കിലോമീറ്റർ താണ്ടി ദൈവം ആര് എന്ന് പോലും ഇതുവരെ കണ്ടിട്ടില്ലാത്തവൻ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധന കഴിഞ്ഞ് തിരിച്ചു മടങ്ങിപ്പോകുമ്പോൾ ആത്മീയത്തിന്റെ ആവേശത്തിൽ തീഷ്ണതയിൽ ഇരുന്നുകൊണ്ട് വചനം വായിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അത് കണ്ടു. ഇന്ന് രാത്രി, നാളെ രാത്രി ഒക്കെ കഴിയുമ്പോൾ, യോഗം അവസാനിക്കുമ്പോൾ, ഇന്ന് സ്തോത്രം അകത്ത് കയറുന്നതായ തീ കെട്ടി അണഞ്ഞു പോകാതെ വണ്ണം നീ കത്തിക്കും എങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചം ഒരു ബന്ധമാക്കി നിന്നിലും നിന്റെ ഭവനത്തിലുള്ളവരുടെ ഇടയിൽ നീ അത് കത്തിക്കാൻ റെഡിയെങ്കിൽ എന്റെ ദൈവത്തിന് ചുമ്മാ ഇരിക്കാൻ കഴിയത്തില്ല. ഫിലിപ്പോസുമാർ വരും, ആത്മാവ് തേരോടുകൂടി നടക്കും. ഇന്ന് രാത്രി ചിലത്, ഇന്ന് രാത്രി കെട്ടുകൾ ദൈവം അഴിക്കും. അഴിയേണ്ടത് അഴിഞ്ഞാൽ ചിലത് കാണേണ്ടത് പോലെ കാണുവാൻ പറ്റും. ഓ സ്തോത്രം, ഇവൻ എന്നോട് പറയുന്നു, ഒരുവൻ പൊരുൾ തിരിച്ചറിയിക്കാതെ എങ്ങനെ ഇത് മനസ്സിലാകും? അങ്ങനെ ഈ സ്തോത്രം ഈ പൊരുൾ തിരിച്ചറിയിക്കുകയാണ്. ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാവിന്റെ 53-ാം അധ്യായമാണ് ഈ മനുഷ്യൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വായിച്ചത് പഴയ നിയമമാണ്. വായിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, ഈ അറക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടാണ് യേശു കർത്താവ്. യേശു കർത്താവിന്റെ സന്നിധിയിൽ യാഗമാക്കുവാൻ ഒരു യാഗമൃഗത്തെ കൊടുത്തേച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ സാക്ഷാൽ പെസഹ കുഞ്ഞാടാണ് ഇതെന്ന് അവന്റെ കണ്ണ് തുറന്നപ്പോ അവന് പിടികിട്ടിയപ്പോ പറയാ, വെള്ളം കിടക്കുന്നു. പ്രസംഗിച്ചത് പഴയ നിയമമാണ്, അനുസരിച്ചത് പുതിയ നിയമമാണ്. ഇന്ന് രാത്രി ആരാ പറഞ്ഞത് പഴയ നിയമം വേണ്ട എന്ന്? പഴയ നിയമത്തിൽ പ്രവർത്തിച്ച അതേ ദൈവം വേഷത്തിൽ മനുഷ്യനാൽ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ സമത്വത്തിൽ നിൽക്കാതെ നമ്മുടെ ഇടയിൽ പാർത്തവനായ ദൈവം നമ്മുടെ കുരുട്ട് കണ്ണുകളെ തുറന്ന് നമ്മളെ പ്രകാശഭരിതമാക്കി മാറ്റിയ ദൈവം പുതു നിയമത്തിൽ സ്നാന ശുശ്രൂഷ ചെയ്യുവാൻ ഇറങ്ങില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, സ്നാനം ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്നാനപ്പെട്ടത് കൊണ്ട് സ്വർഗത്തിൽ പോകുമോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ സ്വർഗത്തിൽ പോകുവാനുള്ള അനേക പടികളിൽ ഒന്നാണ് സ്നാനം. ഹല്ലേലൂയ.
ഞാൻ സ്നാനപ്പെട്ടു ബ്രദറെ, അതുകൊണ്ട് ഞാൻ അങ്ങ് പോകുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ സ്തോത്രം, എന്നെ ദൈവം പഠിപ്പിച്ചത് അവിടെ പോകണമെങ്കിൽ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആരെങ്കിലും വെള്ളത്തിൽ ഇറങ്ങുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഫിലിപ്പോസിന്റെ അടുക്കൽ വന്ന് നിൽപ്പുണ്ട്. ഒരുവൻ അയച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അടുക്കൽ വന്ന് നിൽപ്പുണ്ട്. ദൈവം നിന്റെ കണ്ണുകളെ തുറക്കട്ടെ. ആ മനുഷ്യൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. ആത്മാവ് പെട്ടെന്ന് അവരുടെ ഇടയിൽ ചലിക്കുവാൻ തുടങ്ങി. ഫിലിപ്പോസ് എടുക്കപ്പെട്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയ രണ്ടാമത്തെ വിഷയം, ഫിലിപ്പോസ് എടുക്കപ്പെട്ടു. ഞാനായിരുന്നു എങ്കിൽ ഈ മനുഷ്യനെ വിളിച്ചോണ്ട് വന്ന് ട്രഷറാക്കിയത്. ഈ മനുഷ്യനായിരുന്നു അടുത്ത സെക്രട്ടറി. കാരണം ഈ മനുഷ്യൻ ഫിനാൻസ് മിനിസ്റ്റർ, സമൂഹത്തിൽ നിലയും വിലയും പേര് പ്രശസ്തിയുള്ളവനാ. ഞാനാണെങ്കിൽ കളയത്തില്ല. ഫിലിപ്പോസിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഫിലിപ്പോസിന് ഇത് വിഷയമല്ല, പരിശുദ്ധാത്മാവിന് ഇതൊരു വിഷയമല്ല. പരിശുദ്ധാത്മാവ് ആളിന്റെ സ്ഥാനവും മാനവുമല്ല നോക്കുന്നത്, അവന്റെ ഒരുക്കമാണ് നോക്കുന്നത്. അവന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴമാണ് നോക്കുന്നത്. ഈ ലോകത്തിലെ മനുഷ്യർ, നിനക്ക് പണമുണ്ടോ നീ എന്നെ അടുത്ത് കൊണ്ടുവരും, നിനക്ക് സ്ഥാനമുണ്ടോ നിനക്ക് ഇവിടെ കീഴാം, നിനക്ക് മാനമുണ്ടോ നിനക്ക് ഇവിടെ എത്താം, നിനക്ക് എഫ്ഡി ഉണ്ടോ നിനക്ക് ഇവിടെ എത്താം. ഇതാണ് മനുഷ്യൻ നോക്കുന്നതെങ്കിൽ ദൈവം നോക്കുന്നത് നീ എത്രത്തോളം എനിക്ക് വേണ്ടി പ്രയോജനപ്പെടും. നീ കുപ്പയിൽ കിടന്നവനാണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. എടാ, നീ കാട്ടിൽ കിടക്കുന്നവനാണെങ്കിലും എന്റെ ദൈവത്തിന് പ്രശ്നമല്ല. ഓ, എന്റെ ദൈവം പൊസിഷനിലേക്ക് അല്ല നോക്കുന്നത്, എന്റെ ദൈവത്തിന്റെ പ്രസൻസിലേക്ക് ഇന്ന് രാത്രി കയറി വരിക. ഒരുവൻ കർത്താവിനെ അന്വേഷിപ്പാൻ ഇറങ്ങി തിരിച്ചു. ദൈവം അവനെ തൊട്ടു. അവൻ എങ്ങനെയാ പോയെന്നറിയാമോ? ആത്മാവിന്റെ സന്തോഷമുള്ളവനായി പോയി. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരുടെ ഹൃദയങ്ങൾ സന്തോഷിക്കട്ടെ. ആത്മാവിലുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ട് എത്ര നാളായെന്നറിയാമോ? ചിലവർ ആരാധിക്കുന്നുണ്ട്, ചിലവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലവർ ഉപേക്ഷിക്കാതെ എല്ലാ ഞായറാഴ്ചയും കൃത്യമായി കടന്നുവരുന്നുണ്ട്. പക്ഷേ സ്തോത്രം, ആത്മാവിലുള്ള സന്തോഷം വീടിനകത്ത് അനുഭവിക്കാൻ കഴിയാതെ കെട്ടപ്പെട്ട് കിടക്കുന്ന എത്രയോ കുടുംബങ്ങളെ എനിക്കറിയാം. ഇന്ന് രാത്രി മറ്റൊന്നുമില്ലെങ്കിൽ ക്രിസ്തുവിൽ സന്തോഷിക്കുവാനുള്ള വിടുതൽ നിന്റെ വീട്ടിനകത്ത് ഇന്ന് രാത്രി ആരംഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിനെതിരായി ചലിക്കുന്ന തിന്മയെ, അതിനെതിരായി ചലിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ വിട്ടുമാറുക. അപ്പൻ, അമ്മ, മക്കൾ, കുടുംബം, എവിടെയാണോ ഓർമ്മയുള്ളത്, എവിടെയാണോ യൂണിറ്റി ഉള്ളത്, അവിടെ വിടുതൽ ഉറപ്പാണ്. ആത്മാവിലുള്ള സന്തോഷം അനുഭവിച്ചുകൊണ്ട് ആ മനുഷ്യൻ അങ്ങോട്ട് പോയി. ഓ, ആത്മാക്കളെ നേടാനുള്ള ആഗ്രഹത്തോടെ ഫിലിപ്പോസും പോയി. ഓ, രണ്ടുപേരെയും ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കാൻ ദൈവം നിയോഗിച്ച പരിശുദ്ധാത്മാവും സന്തോഷിക്കുന്നു. ഇന്ന് രാത്രി കേൾക്ക്, ഈ യോഗം കഴിയുമ്പോൾ ദൈവം ചിലതിനെ ഉപയോഗിക്കും. ഈ യോഗം കഴിയുമ്പോൾ ചിലതിനെ ദൈവം ഈ വചനം കൊണ്ട് നിറയ്ക്കും. ഇന്ന് രാത്രി മുതൽ എഴുതിയിട്ടോ, രാത്രിയെ പകലാക്കി ചിലതിനെ മാറ്റുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ചിലർ മുഴങ്ങാൽ മടക്കുമ്പോൾ സ്വർഗം തുറന്ന് ആർക്കും ഇതുവരെ വെളിപ്പെട്ട് കിട്ടാത്ത ദൈവവചനത്തിന്റെ വ്യാഖ്യാനം അത് സ്വർഗത്തിൽ നിന്ന് ലഭിക്കാൻ ദൈവിക ആലോചന കൊണ്ട് നിറയ്ക്കുക. രണ്ട് രീതിയിൽ പരിശുദ്ധാത്മാവ്. ഒന്ന്, ദൈവവചനം പറയുന്നു. രണ്ട്, ആത്മാവ് പറയുന്നു. ദൈവവചനം പറയുന്നതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആത്മാവ് പറയുന്നു എന്ന് പറയുമ്പോൾ അതിൽ ക്ലാരിറ്റി ഉണ്ടാകേണ്ടതിനായി അതിന് സൂക്ഷ്മ പരിശോധന ആവശ്യമാണ്. അത് വീട്ടിൽ പോയി നിങ്ങൾ വീണ്ടും അത് പഠിക്കണം. ബെരോവയിലെ വിശ്വാസികളെ പോലെ ഈ മനുഷ്യൻ പ്രസംഗിച്ചത് ഇങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ വീട്ടിൽ പോയി പരിശോധിക്കണം. സ്തോത്രം. അങ്ങനെ പരിശോധിച്ച് ആ വചനം അങ്ങനെയാണ് എങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റെടുക്കണം. കഥാവേ, എനിക്കും അതുപോലെ ഒന്നാകണം. ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നവനായ ഈ ഷണ്ടനെ ദൈവം ഉപയോഗിച്ചു. സ്തോത്രം. രണ്ടാമതായി വേഗത്തിൽ വായിക്കുക മർക്കോസ് വിശേഷം 14-ാം അധ്യായം 15-ാം അധ്യായം അതിന് 21-ാം വാക്യം. മർക്കോസ് വിശേഷം 15-ാം അധ്യായം അതിന് 21-ാം വാക്യം. അലക്സാണ്ടറിന്റെയും രൂപസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന
കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. നോക്ക്, സ്തോത്രം 58, സ്തോത്രം 7, 55, 58, 60, മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായ 3 സുവിശേഷത്തിൽ സ്തോത്രം ശ്രദ്ധിച്ചു കേൾക്കണം. 4 സുവിശേഷത്തിലും സ്തോത്രം 4-ാം സുവിശേഷം യോഹന്നാൻ എഴുതുന്നത് 790-ലാണ്. പക്ഷെ ഇത് 3 ഏകദേശം അടുപ്പിച്ചടുപ്പിച്ചാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് 55, 58, 60 കാലഘട്ടത്തിൽ എഴുതുമ്പോൾ മർക്കോസ് മാത്രം പ്രതിപാദിക്കുന്ന ഒരു വിഷയമുണ്ട്. ബാക്കി 3 പേരും പറയുന്നത് വയലിൽ നിന്ന് കയറി വന്ന കുറേനക്കാരനായ ശീമോൻ. എന്നാൽ മർക്കോസ് മാത്രം പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പനായ കുറേനക്കാരനായ ശീമോൻ. ശ്രദ്ധിക്ക്, അതിന് കാരണമുണ്ട്. എവിടെയാണ് ഈ കുറേന അഥവാ സിറിയൻ എന്ന് പറയുന്ന ഈ സ്ഥലം കിടക്കുന്നത്? ആഫ്രിക്കയിൽ ലിബിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ലിബിയയുടെ ക്യാപിറ്റലാണ് ട്രിപ്പോളി എന്ന് പറയുന്ന സ്ഥലം. ഇന്നും ട്രിപ്പോളി എയർപോർട്ട് ഉണ്ട്. ലിബിയയുടെ മെയിൻ ക്യാപിറ്റലാണ് ട്രിപ്പോളി. ആ ട്രിപ്പോളിയിൽ ഇറങ്ങിയാൽ അവിടെ നിന്നും ഒരു കൊച്ചു ഗ്രാമമാണ് സിസേറിയൻ അഥവാ കുറേന എന്ന് പറയുന്ന പട്ടണം. അഥവാ അതൊരു ഗ്രാമമാണ്, അതൊരു കൊച്ചു ഗ്രാമമാണ്. ഈ മനുഷ്യന് കറുത്തവർഗക്കാരനാണ്. പക്ഷെ ഈ മനുഷ്യൻ നേരത്തെ പറഞ്ഞ പോലെ സമ്പത്തുള്ളവനല്ല, സ്ഥാനമുള്ളവനല്ല, മാനമുള്ളവനല്ല, അധികാരമുള്ളവനല്ല, വരവാനുള്ള രഥങ്ങളുമില്ല, കാശൊരൽപ്പം കുറവാണ്. പക്ഷെ ഈ മനുഷ്യന് തിരുവചന പ്രകാരം പെസഹ പെരുന്നാളായപ്പോൾ ഇതാ യെരൂശലേമിനെ ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. കുടുംബമായിട്ടാണ് കടന്നു വരുന്നത്. ഏകദേശം 1448 കിലോമീറ്റർ താണ്ടി, ഏകദേശം കാൽനടയാണോ വാഹന മൃഗത്തിലാണോ എനിക്കറിയത്തില്ല, പക്ഷെ ദിവസങ്ങളോ മാസങ്ങളോ എടുത്തിട്ടുണ്ടാകാം. അങ്ങനെ യാത്ര ചെയ്ത് ഈ മനുഷ്യൻ ഇതാ യെരൂശലേമിൽ കടന്നു വന്നു. യെരൂശലേമിൽ ആ കാലത്ത് പെസഹ പെരുന്നാളാകുമ്പോൾ അവിടെ പോയി താമസിക്കുവാൻ കഴിയത്തില്ല, ഒത്തിരി പണം ചെലവാണ്. എന്നാൽ തൊട്ടടുത്ത ഗ്രാമത്തിലാണ് ഇവർ താമസിക്കുന്നത്. ബഥാനിയയിലായിരിക്കാം, അതിന് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ താമസിക്കാം. എന്നാൽ രാവിലെ ഉദിച്ചപ്പോൾ, സുപ്രഭാതമായപ്പോൾ ഇതാ സ്തോത്രം, ഇതാ ഒരു ഭയങ്കരമായ ഒരു നിലവിളിയും ശബ്ദവും കൂട്ടാവും ബഹളവും ഒക്കെ കേൾക്കുന്നു. ഈ മനുഷ്യൻ ഇതാ വയലിൽ നിന്ന് കയറി വരികയാണ്. ഈ മനുഷ്യന്റെ പേര് ശീമോൻ എന്നാണ്. ഇവൻ കുറേനക്കാരനാണ്, ഇവൻ കറുത്തവർഗക്കാരനാണ്. ഇവൻ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാ ഒരുവന്റെ മേൽ ക്രൂശ് അടിച്ചേൽപ്പിക്കുകയാണ്. ആ അടി കൊള്ളുമ്പോഴും ഇവൻ ക്രൂശ് എടുക്കുന്നുണ്ട്. അവൻ ക്രൂശ് എടുത്തുകൊണ്ട് വരുമ്പോൾ അവൻ പലയിടത്തായി നിലംപരിചയാൽ വീഴുന്നുണ്ട്. ആ ക്രൂശിന്റെ ഭാരം വേദ പണ്ഡിതർ പറയുന്നു ഏറ്റവും കുറഞ്ഞത് 75 കിലോ ഭാരം അതിനുണ്ട്. യേശുവിന്റെ ഭാരം ഏകദേശം 75 കിലോ ഭാരമായിരിക്കണം. യേശുവിന്റെ ഉയരം ഏകദേശം 5 അടി 11 ഇഞ്ച് ഉണ്ടായിരിക്കണം. യേശുവിന്റെ ശരീരം വിണ്ടുകേറിയിരിക്കുന്നു. 6 ഭാഗങ്ങളിലായി വിസ്തരിക്കപ്പെടുന്നു. 5 കോടതികളിൽ വിസ്തരിച്ചു. 6 സ്ഥലങ്ങളിൽ നിന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. ഹന്നാഫിന്റെ കോടതി, കയ്യഫാഫിന്റെ കോടതി, 70 പേർ അടങ്ങുന്നതായ സംഘത്തിന്റെ കോടതി. തീർന്നില്ല. പിന്നെ ഇതാ പീലാത്തോസിന്റെ കോടതി, പിന്നെ ഹെരോദാവിന്റെ കോടതി, വീണ്ടും ഇതാ പീലാത്തോസിന്റെ അടുക്കൽ. അങ്ങനെ 5 കോടതികളിൽ 6 വട്ടമായി വിസ്തരിക്കപ്പെട്ടിട്ട് ഒരു കുറ്റം പോലും കണ്ടുപിടിപ്പാൻ കഴിയാത്തവനായ യേശു. യോഹന്നാൻ 8:46 പറയുന്നു, നിങ്ങളിൽ ആർ എന്റെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്താം. ഭൂമിയിലെ ഒരു വ്യക്തിക്കും ഇന്ന് വരെയോ ഇനി മേലാലും കാണത്തില്ല യേശുവിന്റെ ഒരു പാപത്തെയോ കുറ്റത്തെയോ കണ്ടുപിടിപ്പാൻ. ആ കർത്താവ് വിരൽ ചൂണ്ടി ചോദിച്ചു, ഒരുത്തൻ പോലും ഇല്ല. ഇല്ലാത്ത നുണങ്ങൾ പറഞ്ഞ്, ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച്, മോശയുടെ പ്രമാണങ്ങൾ ഇങ്ങനെയാണ്, ആ കുറ്റം അവന്റെ മേൽ അടിച്ചേൽപ്പിച്ച് ഇതാ അവനെ ക്രൂശിച്ചു കൊല്ലണം എന്ന് പറഞ്ഞ് അവനെ ഇതാ പീലാത്തോസിന്റെ അനുവാദം വാങ്ങിക്കുന്നു. പീലാത്തോസ് അവനെ അടിക്കുവാൻ ഏൽപ്പിക്കുന്നു. അത് സ്തോത്രം ഇതാ യഹൂദന്മാരുടെ നിയമമാണ്. 1 Corinthians 39 ചാട്ടവാറിനാൽ അടിക്കണം. ഓരോ അടിക്കൊടുക്കുമ്പോൾ 12 സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്ന ഗബതയിലേക്കാണ് കയറി പോകുന്നത്. അങ്ങോട്ട് കയറി പോകുമ്പോൾ നല്ല മനുഷ്യ രൂപത്തിലാണ് പോയത്. പക്ഷെ അങ്ങോട്ട് ഒരു അറബശാലയ്ക്കകത്തൊരു മൃഗം കയറി, ഒരു ആട്ടിൻകുട്ടി കയറി പോകുന്നത് പോലെ ആ ഗബതയ്ക്കകത്തോട്ട് കയറി കൽത്തൂണിൽ കെട്ടി ബന്ധിക്കാൻ വെച്ചു. അവനിതാ ഇരിക്കുവാനും കഴിയത്തില്ല, എഴുന്നേറ്റ് നിൽപ്പാനും കഴിയാതെ നിൽക്കുമ്പോൾ ഓരോ അടിയും യേശുവിന്റെ ശരീരത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഓരോ
കൊളുത്തും അതിന്റെ പൂച്ചവാൽ വടി എന്ന് പറയുന്ന ഓരോ കൊളുത്തിലും ആ മാംസ കഷ്ണങ്ങൾ കൊണ്ട് അതിനെ പുറത്തേക്ക് വലിച്ചു കീട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ അറബ് ശാലിയിൽ മാംസങ്ങൾ തടിക്കഷ്ണത്തിൽ വെട്ടി നുറുക്കുമ്പോൾ ആ തടിക്കഷ്ണത്തിൽ മാംസങ്ങൾ പറ്റിയിരിക്കുന്ന പോലെ ഓരോ അടിയിലും കെബദ എന്ന് പറയുന്ന കൽത്തളം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞു. അവന്റെ കണ്ണിന്മേൽ അടിച്ചിറക്കി, അവന്റെ കാലിൽ അടിച്ച്, അവന്റെ ശരീരം അടിച്ച്, അവന്റെ മാംസങ്ങൾ മുഴുവനും വിണ്ടുകീറത്തക്കവണ്ണമായി. ഒടുവിൽ ഇത് ആ 12 സ്റ്റെപ്പ് വീണ്ടും കയറി ഉയരത്തിലെത്തുമ്പോൾ പീലാത്തോസ് പോലും അത്ഭുതപ്പെട്ടു പോയി. അയ്യോ, അങ്ങോട്ട് പോയവൻ തന്നെയാണോ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് അറിയുവാൻ, ജനം മനസ്സിലാക്കുവാൻ പീലാത്തോസ് വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ ഇതാ. ചോദ്യം, എന്തിനു വേണ്ടി അവൻ അതാ രൂപമായി? അതുമാണ് നേരത്തെ വായിച്ചത്, അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട്. റോമൻ കത്തിരിക്കുന്നത് നടുവിൽ മൗനമായിരുന്നു. അവൻ മൗനമായിരുന്നത് സത്യമാണ്. പക്ഷെ എന്നും അവൻ മൗനമായിരിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ മൗനമായിരിക്കേണ്ട ഒരു സമയമുണ്ട്. പക്ഷെ എന്നും ദൈവം നിന്റെ മൗനതയിൽ ഇരുത്തുമെന്നല്ല. ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് നിന്നെ ഉയർപ്പിക്കുവാനുണ്ട്. മനുഷ്യരെ മുമ്പിൽ അല്പം മൗനമായിരിക്കും. ഉയർപ്പിക്കേണ്ട ദൈവം തക്ക സമയത്ത് നിന്നെ ഉയർപ്പിക്കുക. ആ ഗബദയിൽ നിന്ന് ഗോൽഗോത്ത പോലെയുള്ള യാത്രയിൽ ആ വയലിൽ നിന്ന് കടന്നു വന്നതായ ശീമോൻ ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഒരു മനുഷ്യനെ ഇതുപോലെ ഉപദ്രവിക്കുമോ? അടിക്കുകയാണ്. അടിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്രൂശ് എടുക്കുവാൻ തനിക്ക് കഴിയാതെ വന്നപ്പോൾ, ആ ക്രൂശ് എടുക്കുവാൻ തനിക്ക് കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ പടയാളികൾ പറയുന്നു, നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമുക്ക് ഗോൽഗോത്തയിൽ എത്തുവാൻ കഴിയത്തില്ല. അവർ ചുറ്റിലും നോക്കിയപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യന്റെ പേരാണ് കുരേനക്കാരനായ ശീമോൻ. അൺഎക്സ്പെക്റ്റഡ് ആയി ഒരു ക്രൂശ് കയറി വരികയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയി, നീ പ്രതീക്ഷിച്ചതല്ല. നീ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കയറി വന്നത്, പക്ഷെ പ്രതീക്ഷിച്ചതല്ല. ഒരു ക്രൂശ് കയറി വരികയാണ്. ഇവൻ വന്നത് ക്രൂശ് എടുക്കാനല്ല. പക്ഷെ അവിടെ ഇരുന്ന പടയാളികൾ മുഴുവനും ചുറ്റിലും നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, എടാ, യഹൂദനെ കൊണ്ട് ഈ ക്രൂശ് എടുപ്പിക്കാൻ പറ്റത്തില്ല. ജാതിയിൽപ്പെട്ട ഒരുത്തനെ കൊണ്ടേ പറ്റത്തുള്ളൂ. കാരണം ക്രൂശ് ശാപത്തിന്റെ അടയാളമാണ്. ഇന്ന് രാത്രി കേൾക്ക്, ക്രൂശ് ശാപത്തിന്റെ അടയാളം എന്ന് നിനക്ക് തോന്നിയാൽ ആ ക്രൂശ് എടുത്തവനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ പിന്നാലെ വന്നവനെ എന്റെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയും. ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി പറയട്ടെ, വന്നതെല്ലാം ക്രൂശ് അല്ലെന്നേ ഈ കാലങ്ങളിൽ മനസ്സിലാക്കണം. ചിലർ പറയാറുണ്ട്, ക്രൂശ് വന്നതാ ബ്രദറെ, ക്രൂശ് വന്നതാ, ആ പ്രശ്നം വന്നത് അത് ക്രൂശ് അല്ല. വന്ന് കയറിയതെല്ലാം ക്രൂശ് അല്ല. ശ്രദ്ധിച്ച് കേൾക്ക്, വന്ന് കയറിയതെല്ലാം ക്രൂശ് അല്ല, ചെന്നെടുക്കുന്നതാണ് ക്രൂശ്. മനസ്സിലാക്ക, അത് വന്നത് ക്രൂശ് ആയിരിക്കും ബ്രദറെ. അത് കർത്താവ് തന്ന ക്രൂശ്. അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് നിനക്ക് വന്നതാ. നിന്റെ കയ്യിലിരിപ്പ് കാരണമാണ് അത് പോയത്. നിന്റെ കയ്യിലിരിപ്പ് കാരണമാണ് നിന്റെ കുടുംബത്തിന് പ്രശ്നമായത്. നിന്റെ കയ്യിലിരിപ്പ് കാരണമാണ് നിനക്ക് പ്രസംഗിക്കാൻ കഴിയാതെ വന്നത്. നിന്റെ കയ്യിലിപ്പിന്റെ ക്രൂശ് പറയല്ലേ, ചെന്നെടുക്കുന്നതാണ് ക്രൂശ്. ക്രൂശ് എടുത്തവനെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ക്രൂശ് എടുക്കുമ്പോൾ ഒരു നിബന്ധനയുണ്ട്. ക്രൂശ് എടുക്കുമ്പോൾ കൂടെ ഇന്നവരെല്ലാം പോകും. എന്താ പ്രശ്നം? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ വന്നാൽ തന്നെത്താൻ തന്റെ ക്രൂശ് എടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. വരുമ്പോൾ താഴെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പൻ പോകും, അമ്മ പോകും, പ്രിയപ്പെട്ടവരെല്ലാം മാറി നിൽക്കാം. അതിന്റെ അർത്ഥം നീ അവരെ കളയുന്നല്ല. നീ ദൈവത്തിൽ നിറയുമ്പോൾ, നീ ദൈവ സ്നേഹത്തിൽ വരുമ്പോൾ ദൈവം നിന്നെ വേർതിരിച്ച് മാറ്റും. ഹല്ലേലൂയ. അവരിൽ ഇല്ലാത്ത എന്തോ ഒരു ഗുണം നിന്നിലുള്ളതാണ്. അവർ നിന്നെ ഒറ്റപ്പെടുത്തിയതല്ല, ദൈവം നിന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഒരുക്കിയതാണ്. ഹല്ലേലൂയ. ഒത്തിരി പേർ കൂടെ ഇല്ലേ, പക്ഷെ കർത്താവിന് ഒരുത്തനെ പ്രയോജനപ്പെടണമെങ്കിൽ നീ ഒറ്റയ്ക്ക് കിട്ടണം. ഒറ്റയ്ക്ക് കിട്ടിയാൽ ദൈവം നിന്നെ മൂർച്ചയുള്ള ആയുധമാക്കി പ്രയോഗിക്കുവാൻ തുടങ്ങും.
ദൈവം ചിലതിനെ ഒറ്റയ്ക്കാണ് കിട്ടുന്നത്. യാബോക്കിന്റെ കടവിൽ യാക്കോബേ നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടി. ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബിൽ മോശയെ ഒറ്റയ്ക്ക് കിട്ടി. ഓ ദമസ്കോസിൽ പൗലോസേ നിന്നെ ഒറ്റയ്ക്ക് കിട്ടി. ദൈവത്തിന് ചിലതിനെ ഉപയോഗിക്കുമോ? പത്മോസിൽ യോഹന്നാനെ ഒറ്റയ്ക്ക് കിട്ടി. ഒറ്റയ്ക്ക് കിട്ടിയാൽ സ്വർഗം തുറക്കാം. ഒറ്റയ്ക്ക് കിട്ടിയാൽ സ്വർഗം തുറക്കുക മാത്രമല്ല, ചില വെളിപ്പാടുകൾ നീ കാണാം. ഒറ്റയ്ക്ക് നിന്ന് ദൈവത്തിന് കിട്ടിയാൽ നീ പോലും അറിയാത്ത ക്രമത്തിൽ ദൈവത്തിനെ ഉപയോഗിക്കുവാൻ തുടങ്ങുക. ക്രൂശാർക്കും ഒരു ക്രൂശല്ല, ക്രൂശ് നന്മയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ മനുഷ്യൻ വന്നത് ഒരാട്ടിൻകുട്ടിയെ അറുത്ത്, ഓ സത്രം അതിന്റെ രക്തം പുരോഹിതൻ തളികയിൽ എടുത്തുകൊണ്ട് സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ തളിക്കുമ്പോൾ ഈ മനുഷ്യന് സ്തോത്രം പ്രാകാരത്തിൽ ജാതീയന്മാർ ഇരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ മനുഷ്യൻ സന്തോഷിക്കും. അയ്യോ, എന്റെ ഒരു വർഷത്തെ പാപം മാച്ചു കളഞ്ഞല്ലോ, ഇനി സന്തോഷത്തോടെ കടന്നു പോകാം, തിരിച്ചാവേശത്തിൽ ആത്മീയ സന്തോഷത്തോടെ മടങ്ങിപ്പോകാം എന്ന് കരുതി വന്ന മനുഷ്യൻ ഇത് ക്രൂശെടുപ്പാൻ തുടങ്ങി. ക്രൂശെടുത്ത് ഗോൽഗോത്ത വരെ കയറി ചെന്നു. ഗോൽഗോത്തയിൽ എത്തിയപ്പോൾ ഈ മനുഷ്യനൊരു രൂപമാറ്റം സംഭവിക്കുകയാണ്. ക്രൂശിൽ കേട്ടതായ 7 മൊഴികൾ ഉണ്ട്. 7 മൊഴികൾ ഞാൻ പറയട്ടെ. മറ്റ് 4 സുവിശേഷം നിങ്ങൾ ചേർത്ത് വെച്ച് പഠിച്ചു. വയലിൽ നിന്ന് കയറി വന്ന കുറേനക്കാരനായ ശീമോൻ എന്ന് മാത്രമാണ് 2 വരിയിൽ അല്ലെങ്കിൽ 1 വരിയിൽ അവരെ ഒതുക്കി നിർത്തി. 12 ശിഷ്യന്മാരിൽ 11 ഇല്ല. യോഹന്നാൻ മാത്രമേ ക്രൂശിന് അരികിലുള്ളൂ. ക്രൂശിന്റെ എക്സ്പീരിയൻസ് എന്തെന്ന് കൃത്യമായി പ്രസംഗിക്കാൻ പറഞ്ഞാൽ കുറേനക്കാരനായ ശീമോന് പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ ആ മനുഷ്യനെ 2 വാക്കിൽ ഒതുക്കി നിർത്തി. ഹല്ലേലൂയ. അതിൽ ശീമോന് പരിഭവമില്ല. ശീമോന് ലെവലേശം പരിഭവമില്ല. അതുകൊണ്ട് മർക്കോസ് പറഞ്ഞപ്പോൾ, മർക്കോസ് എത്തിയപ്പോൾ വയലിൽ നിന്ന് വന്നു എന്നല്ല എഴുതിയത്. മർക്കോസിന്റെ പ്രായം എത്തിയപ്പോൾ, ക്രൂശിതനായപ്പോൾ വേദ പണ്ഡിതന്മാർ പറയുന്നു മർക്കോസിന് ഏറ്റവും കുറഞ്ഞത് 18 വയസ്സ് പ്രായം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം പിന്നിട്ട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞു. 25 വർഷം കഴിഞ്ഞാണ് മർക്കോസ് അത് എഴുതുന്നത്. എഴുതുമ്പോൾ മർക്കോസ് ആ സുവിശേഷം എഴുതുമ്പോൾ ഇതാ ക്രൂശ് ചുമന്നവന്റെ മക്കൾ അലക്സാണ്ടറോ റൂഫോസ് കർത്താവിൽ പ്രയോജനപ്പെടുവാൻ തുടങ്ങി. ഒരുവൻ ഗവർണറും മറ്റവൻ ബിഷപ്പും ആകത്തക്കവണ്ണം ദൈവം അവന്റെ മക്കളെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ക്രൂശ് ഒരിക്കലും തിന്മയല്ല. കർത്താവിന് വേണ്ടി നീ എടുത്ത ഈ ബൈബിൾ ഉണ്ടല്ലോ, ഇത് മുഖാന്തരം ആദ്യം ഇറങ്ങിത്തിരിക്കുന്ന നീ ഒത്തിരി കരഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ നീ കരഞ്ഞെങ്കിൽ നിന്റെ കണ്ണുനീരിനെ സന്തോഷത്തിലേക്ക് വരുത്തുക, നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലെടുത്ത് നിന്റെ ദുഃഖത്തെ ഇന്ന് രാത്രി കർത്താവ് മാറ്റി എഴുതുകയോ, നിന്റെ വിലാപത്തെ ദൈവം ഇന്ന് രാത്രി മാറ്റി എഴുതുകയോ, അത് സന്തോഷമാക്കും, അത് ദുഃഖമുള്ളതാക്കി മാറ്റും, അത് ആനന്ദമാക്കി മാറ്റും. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. എവിടെയാണോ ക്ഷമയുടെ പ്രാർത്ഥന ഉയർന്നത് അവിടെ ഒരു വിടുതലുണ്ടായി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, എത്ര പേർ നിനക്കെതിരായി എന്ത് പറഞ്ഞാലും നീ അവരോട് പോയി തർക്കിക്കാൻ നിൽക്കരുത്. തർക്കിച്ചാൽ തോറ്റുപോകും. ഞാൻ തോറ്റുപോയവരാണ്. തർക്കിക്കോ, നീ തോക്കും. പകരം മുഴകൾ മടക്ക, മുറിക്കകത്തോട്ട് കേറ്, അപ്പനെ നോക്ക്, സ്വർഗത്തിലെ ദൈവത്തിനെ നോക്ക്. 4 വശത്തു നിന്നും തിന്മയുണ്ട്, 4 വശത്തു നിന്നും പ്രശ്നങ്ങൾ ഉയരുന്നു. നോക്കേണ്ടവന്റെ ദിക്കിലേക്ക് നോക്കിയാൽ ഒരു കരം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവന്റെ അടുക്കലേക്ക് വന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ എന്റെ കർത്താവ് പ്രാപ്തനാണ്. അറിഞ്ഞുകൊണ്ട് ആ ക്രൂശ് നീ എടുത്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? മക്കൾ ദൈവകൃപയിൽ ജ്വലിക്കുവാൻ തുടങ്ങി, മക്കൾ പ്രസിദ്ധരാകുവാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, റോമർ 16:13 പറയുന്നു, ഇതാ അലക്സാണ്ടറിന്റെ റൂഫോസിന്റെ അമ്മ എന്റെയും അമ്മ എന്ന പൗലോസ് പറയത്തക്കവണ്ണം ആ മക്കൾ ദൈവത്തിന്റെ കൃപയാൽ ആ കുടുംബം പ്രസിദ്ധരായി.
അനുഗ്രഹിക്കപ്പെട്ടു. 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തട്ടെ. ഒരാളെയും കൂടെ വേഗത്തിൽ തൊടാം. അടുക്കലേക്ക് വന്നവരെ രക്ഷിപ്പാൻ യേശു പ്രാപ്തൻ. ലൂക്കോസ് വിശേഷം 23 അധ്യായം 42-43. 5 മിനിറ്റ് വേഗത്തിൽ. ലൂക്കോസ് 23:42-43. പിന്നെ അവൻ യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. നോക്ക്, 2 കള്ളന്മാരുടെ നടുവേ ഇതാ 3 ആണിമേൽ ഇതാ തൂങ്ങി നിൽക്കുകയാണ്. ഒരു മാംസ കഷ്ണം തനിമേൽ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ യേശു കർത്താവിനെ തൂക്കിയിട്ടിരിക്കുന്നു. അതിലേത് ഭാഗത്തെ കള്ളൻ എനിക്കറിയത്തില്ല. ഒരു ഭാഗത്തെ കള്ളൻ പറയുന്നു, ഇവൻ ഇതാ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. മറുഭാഗത്തെ അവൻ പ്രാകുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലേ? അപ്പോൾ അപ്പുറത്തെ കള്ളൻ പറയുകയാണ്, നമ്മളെല്ലാം കുറ്റം ചെയ്തിട്ടാ ശിക്ഷ അനുഭവിക്കുന്നത്. ഇവനെ നോക്ക്, ഇവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കള്ളന് മറ്റൊരു കള്ളനെ കണ്ടാൽ തിരിച്ചറിയാം. ഒരു കള്ളന് മറ്റൊരു കള്ളനെ കണ്ടാൽ എക്സാക്ട് അവന് തിരിച്ചറിയാൻ പറ്റും. കാരണം അവരുടെ സ്പിരിറ്റ് അങ്ങനെയാണ്. ആ സ്പിരിറ്റിനെ കണ്ടെത്തും. സ്തോത്രം. എങ്ങനെയാണെങ്കിൽ ഇവൻ ക്രൂശ് നോക്കിയപ്പോൾ ആ ക്രൂശിൽ കിടക്കേണ്ടത് യേശു അല്ല, ഇവന്റെ കണ്ണിനെ ദൈവം തുറന്നു. കാരണം ഇവന് ക്രൂശിലെ മൊഴികൾ കേട്ടിട്ടുണ്ട്. ഇവൻ ആ കണ്ണ് ദൈവം തമ്പുരാൻ തുറന്നപ്പോൾ കാണേണ്ടത് പോലെ അവൻ ക്രൂശ് കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഈ ക്രൂശിൽ യേശു അല്ല കിടക്കേണ്ടത്, ഇത് ബറാബസ് കയറേണ്ട ക്രൂശാണ്. ബറാബസ് കയറേണ്ട ക്രൂശിൽ മറ്റൊരുവൻ കയറിയിരിക്കുന്നു. അവനിൽ കുറ്റം ഒന്നും ഇല്ല, അവൻ നീതിമാനാണ്. അതുകൊണ്ടാണ് പീലാത്തോസ് പോലും കൈയൊഴിഞ്ഞ, നീ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. വെള്ളിക്കാശ് 30 വെള്ളിക്കാശിന് വിറ്റുകൊടുത്തതായ യൂദ പറയുന്നുണ്ട്, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തിരിക്കുന്നു. പീലാത്തോസിന്റെ ഭാര്യ പറയുന്നു, അവൻ നീതിമാനാണ്, ആ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടരുത്. ലോകം മുഴുവനും അവനിൽ ഒരു കുറ്റവും കാണാതിരിക്കുമ്പോൾ ഇവന്റെ കണ്ണിലേക്ക് നോക്കി യേശുവിനെ കണ്ടപ്പോൾ മനസ്സിലായി, ഇവനിൽ ഒറ്റും കുറ്റം ഇല്ല. ക്രൂശ് കാണേണ്ടതുപോലെ കണ്ടാൽ ആ കർത്താവിനെ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. 1, ക്രൂശ് അവൻ കണ്ടു. 2, അവൻ ക്രൂശിലെ മേലെടുത്തവനെന്ന് വായിച്ചു. യേശുവാ നസറേ വ മലക യഹൂദി എന്ന് 3 ഭാഷകൾ, റോമൻ, എബ്രായൻ, ഗ്രീക്ക്, 3 ഭാഷകളിലായി ഇതാ എഴുതിയിരിക്കുകയാണ്. ആ 3 ഭാഷകൾ എഴുതിയിരിക്കുന്നതായത് പരിഹാസപാത്രമാക്കുവാൻ എഴുതിയതാണ്. എഴുതിച്ചത് പീലാത്തോസിന, വായിച്ചത് ക്രൂശിലെ കള്ളന. എഴുതിച്ചത് പീലാത്തോസ് ആണെങ്കിൽ ഗുണപ്പെട്ടത് കള്ളനാണ്. ഇന്ന് രാത്രി ഇത് ഏത് പ്രസ്സിൽ അടിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല, പ്രസ്സുകാരൻ രക്ഷിക്കപ്പെട്ടോ എനിക്ക് അറിയത്തില്ല, പക്ഷെ വായിച്ചവനെ ഇത് ഗുണപ്പെട്ടോ. ആ മേലെടുത്തവൻ വായിച്ചു, നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. ആ വാക്ക് അവൻ വായിച്ചു. 1, അവൻ ക്രൂശ് കണ്ടു. 2, അവൻ ആ ക്രൂശിൽ എഴുതിയിരിക്കുന്ന മേലെടുത്തവൻ വായിച്ചു. മേലെടുത്ത് ഇങ്ങനെയല്ല, മാറ്റണം എന്നവർ പറഞ്ഞു. എഴുതിയത് തന്നെ. ഇന്ന് രാത്രി ദൂതിതാണ്, നിന്റെ മേലും എന്റെ മേലും ദൈവത്തിനൊരു മേലെടുത്തുണ്ടെങ്കിൽ ദൈവം ആ മേലെടുത്തിന് ദുഷ്ടന്മാരുടെ കയ്യിൽ മാറ്റുവാൻ ഇട്ടുകൊടുക്കത്തില്ല. നിന്റെ തലമുറകളുടെ മേൽ ദൈവത്തിനൊരു മേലെടുത്തുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിനൊരു മേലെടുത്തുണ്ടെങ്കിൽ, നിന്റെ മേൽ ദൈവത്തിനൊരു മേലെടുത്തുണ്ടെങ്കിൽ ഒരു ദുഷ്ട ശക്തിക്ക് അതിനെ തീർത്തുവാൻ കഴിയത്തില്ല. ഒന്നവൻ ക്രൂശ് കണ്ടു. 2, അവൻ ക്രൂശിൽ എഴുതിയിരിക്കുന്ന മേലെടുത്ത് അവൻ വായിച്ചു. 3, അവൻ ക്രൂശിലെ മൊഴി അവൻ കേട്ടു. കേട്ട കാര്യം അവൻ വിശ്വസിച്ചപ്പോൾ അവൻ ഒടുവിൽ ഒരു വാക്ക് പറയുകയാണ്, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഓർക്കാൻ ഒരു ഗുണവും എന്നിലില്ല. കുറ്റം മാത്രമേ ഉള്ളൂ, പാപം മാത്രമേ ഉള്ളൂ. തൂക്കി നോക്കിയാൽ എന്റെ പാപത്തിന്റെ ഭാരം താണിരിക്കുക. അതുകൊണ്ട് ഇന്ന് കയറിപ്പോകാൻ പറ്റത്തില്ല, ഇന്ന് കയറണ്ട. പകരം നീ എന്ന് വരുമ്പോൾ, നീ രാജാവായി വരുമ്പോൾ, ആ മനുഷ്യന്റെ വെളിപ്പാടുകളുടെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും കിട്ടാത്ത വെളിപ്പാടാണ് ക്രൂശിൽ അല്പനേരം കിടന്നപ്പോൾ ഈ മനുഷ്യന് കിട്ടിയത്. എടാ, നീ മേഘാരൂഢനായി വരുമ്പോൾ
എടുക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്നല്ല, സഭയെ എടുക്കുമ്പോൾ നീ എന്നെ ഓർക്കണമേ എന്നല്ല. നീ രാജാവായി 7 ആണ്ട് കഴിഞ്ഞ് നീ രാജാവായി ഭൂമിയെ ഭരിപ്പാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ, അന്നോർത്താ മതി. എന്റെ ദൈവത്തിന്റെ ദൂരം എന്താണെന്നറിയോ? അന്നല്ലടാ, അന്നല്ല, ഇന്ന് ഈ കൺവെൻഷൻ യോഗത്തിന്റെ 2ാം രാത്രി എന്റെ ദൈവത്തിന് ഒരു ദൂതുണ്ട്. ഇന്ന് നീ എന്നോടുകൂടെ പരദേശിയിൽ ഇരിക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ദൈവത്തെ മഹത്വപ്പെടുത്തിയേ, ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ഒരു നിമിഷം ദൈവസഭയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും കരമടിച്ചുകൊണ്ട് ഒരു നിമിഷം ദൈവസഭയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും ഒരു നിമിഷം ദൈവസഭയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. സമയം വേഗത്തിൽ പോകുന്നു. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, കർത്താവേ, 2 ദിവസം കഴിഞ്ഞിട്ടുള്ള കൺവെൻഷൻ എന്നെ വിടുവിപ്പാനല്ല, 6 മാസം കഴിഞ്ഞിട്ടുള്ള ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെ വിടുവിപ്പാനല്ല. ഇന്ന് രാത്രി എന്നെ വിടുവിപ്പാൻ എന്റെ കർത്താവ് ഇറങ്ങി വരിക. അതുകൊണ്ട് തന്നെ അടുക്കലേക്ക് കടന്നു വരുന്നവരെ പൂർണ്ണമായി വിടുവിപ്പാൻ ഈ യേശു പ്രാർത്ഥന വ്യക്തമായി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. എല്ലാവരും ശക്തമായി ആരാധിക്കാം. എല്ലാവരും ശക്തിയോടെ
സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പച്ച ദൈവമേ, ഈ കണ്ടീഷൻ യോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രികാലവും ദൈവം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രികാലം അവിടുത്തെ പ്രത്യങ്ങളിലൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രി ദൈവമേ വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവകൃപയിൽ ദൈവമേ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ച് അയക്കുമാറാകണമേ. യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. അവരുടെ വാഹനങ്ങളെ ദൈവം നിയന്ത്രിക്കുമാറാകണം കർത്താവേ. സ്വർഗ്ഗ സാന്നിധ്യം കൊണ്ട് ദൈവം മറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിച്ച് രാത്രികാലം ദൈവം അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വരുന്ന മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ഇന്ന് കടന്നു വരുവാൻ കഴിയാതെ ആയിരിക്കുന്നവർക്ക് ദൈവം എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കി അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ വരുന്ന മീറ്റിംഗിൽ ദൈവമേ, വരുന്ന ദിവസം ദൈവമേ, കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാകുന്നതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അപാലവൃദ്ധ ജനത്തെയും ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വവും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഇവരോടും ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ എല്ലാ ദൈവങ്ങളും പ്രത്യേകിച്ച് ഓർക്കുന്നു. നമ്മുടെ മഴയുടെ പ്രതികൂലമായെങ്കിലും ഇന്ന് രാത്രി കടന്നുവല്ലോ. ദൈവം തിരിച്ചറിയുകയുടെ ഇന്ന് രാത്രി ദൈവം സംസാരിച്ച കർത്താവദാസൻ ദൈവം ശക്തമായി ഇനിയും അതേ സ്റ്റേജിൽ ഉപയോഗിക്കട്ടെ. നാളെ രാത്രി സമാപന രാത്രിയാണ്. കർത്താവിൻ്റെ ദാസൻ കെ എ എബ്രഹാം അവர்களാണ് നാളെ രാത്രി ദൈവം ഇത് സംസാരിക്കുക. എല്ലാവരും 6 മണിക്ക് തന്നെ ഗാനശുശ്രൂഷ ആരംഭിക്കും. നേരത്തെ വരുന്നവർക്കായിരിക്കും ഇതിനകത്ത് സീറ്റ് ഉണ്ടാകുക. നേരത്തെ തന്നെ എല്ലാവരും എത്തിച്ചേരണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.